ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ നല്ല കല്ലുമ്മക്കായ ചോറുണ്ടാക്കിയാലോ. കുറച്ച് കല്ലുമ്മക്കായ കിട്ടീനേനു. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ കല്ലുമ്മക്കായൻ്റെ സീസണല്ലേ, അതുകൊണ്ട് തന്നെ എന്തായാലും കല്ലുമ്മക്കായ കിട്ടാണ്ടിരിക്കില്ല. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്, ഉറപ്പായിട്ട് ഉണ്ടാക്കേണ്ട ഒരു ഐറ്റം ഈ ഒരു കല്ലുമ്മക്കായ ചോറ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 1 കിലോ കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട്. ഈ ഒരു മീഡിയം സൈസുള്ള കല്ലുമ്മക്കായാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ഒരു 5 എണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേവിക്കണം. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിനടുപ്പത്ത് വേവിക്കാൻ വെക്കണം കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മറ്റേ 5 കല്ലുമ്മക്കായില്ലേ, അത് നമുക്ക് ഇതുപോലെ ഒന്ന് കത്തി കൊണ്ട് നമുക്ക് എറിഞ്ഞിട്ട് വെക്കാം കേട്ടോ. ഒരു 5 എണ്ണം ഞാൻ ഇപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാല ഉണ്ടാക്കാൻ ആവശ്യമുണ്ടാവും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആകുമ്പം തന്നെ കല്ലുമ്മക്കായൻ്റെ തോടൊക്കെ നന്നായിട്ട് തുറന്നു വന്നിട്ടുണ്ട്. അപ്പം മുഴുവനായിട്ട് തുറന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്നും മാറ്റാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ 1 കിലോ കല്ലുമ്മക്കായാണല്ലോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വലുപ്പമുള്ള 3 ഉള്ളിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതുപോലെ മസാല അരിയുന്ന പോലെ നേർങ്ങനെ അരിയാട്ടോ. അപ്പോൾ ഉള്ളി അരിയുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ കല്ലുമ്മക്കായ നന്നായിട്ട് തുറന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് അതൊന്ന് ചൂട് തണിയാൻ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഒന്ന് ചതക്കിയിട്ട് വരാം. അപ്പം മിക്സിയുടെ ജാറിൽ ഒരു കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ. അതിലേക്ക് ഒരു 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ട് ഒന്ന് ചതക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ. അപ്പോൾ ഞാൻ വേവിച്ച കല്ലുമ്മക്കായി ഒരു 3 തവണ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് മസാല പുരട്ടാം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. അപ്പം മുളക് പൊടി നിങ്ങൾ കാശ്മീരി മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ എരിവുള്ള മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് മസാലയൊക്കെ പെരക്കിയിട്ട് നമുക്ക് റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കണ്ട, നേരെ നമുക്കിത് ഫ്രൈ ചെയ്യണം. അപ്പം ഞാൻ മസാല ഉണ്ടാക്കുന്ന അതേ പാത്രത്തിൽ തന്നെയാണ് ഈ ഒരു കല്ലുമ്മക്കായ ഫ്രൈ ആക്കുന്നത്. അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ പെരക്കി വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കല്ലുമ്മക്കായൻ്റെ ഒരു ഫ്രൈൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് മൊരിഞ്ഞിട്ട് ഇങ്ങനെ ക്രിസ്പി പോലെ ഒന്നും ആവണ്ട കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇതുപോലൊന്ന് മൊരിച്ചെടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അതായത് നന്നായിട്ട് ഫ്രൈ ആവുകയും ചെയ്യണം, എന്നാൽ ഒരുപാട് ക്രിസ്പി ആകാനും പാടില്ല. ആ ഒരു രീതിയിൽ കല്ലുമ്മക്കായ ചോറുണ്ടാക്കുന്ന ആൾക്കാർക്ക് എന്തായാലും മനസ്സിലാവും. കാരണം പൊതുവേ തലശ്ശേരി, കണ്ണൂർ ഭാഗത്തൊക്കെ ഇത് എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതുപോലെ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റാം കേട്ടോ. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സെയിം പാനിൽ തന്നെ വീണ്ടും നമുക്ക് നെയ്യ് ഒഴിക്കണം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് അതൊന്ന് മെൽട്ടാവട്ടെ. ആ മെൽട്ടാവുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒരുപാട് കൂടാൻ പാടില്ല കേട്ടോ. ഞാനിപ്പോൾ 1 കിലോ കല്ലുമ്മക്കായാണല്ലോ, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഉള്ളി എടുത്താൽ മതി. അല്ലെങ്കിൽ ഒരുപാട് മസാലയും കുറച്ച് കല്ലുമ്മക്കായും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല തിന്നാൻ. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഉള്ളി നന്നായിട്ട് വാടണം. നല്ല സോഫ്റ്റാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമണക്കം മാറിയിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആവണം. അപ്പം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഏകദേശം നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാലക്കില്ലേ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു കല്ലുമ്മക്കായൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ഒരു ടിപ്പാട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. അപ്പോൾ അതിട്ടിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ 3 ഉള്ളിയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ 3 തക്കാളി എടുക്കുക. എത്രയാണോ ഉള്ളി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് തക്കാളി എടുക്കുക കേട്ടോ. അപ്പോൾ 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് നല്ല പോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ മിക്സ് ആയി കൊടുക്കുക കേട്ടോ. ഈ ഒരു തക്കാളി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടുകയും ചെയ്യണം. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വാടണം. അപ്പോൾ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിക്കണം കേട്ടോ. അങ്ങനെ ഇതാ 5 മിനിറ്റിന് ശേഷം തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞാലുള്ള ഇതെന്ന് പറഞ്ഞാൽ നല്ലോണം സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ ഇത് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കാം. അതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഉള്ളി തക്കാളി അതൊക്കെ നന്നായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മാത്രമേ നമ്മുടെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 പൊടികളെ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. ഒന്ന് ഗരം മസാല, ഒന്ന് മഞ്ഞൾപ്പൊടി. അപ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വേറെ ഒരു മസാലപ്പൊടി നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് അത് രണ്ടും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചും കൂടി കൊടുക്കുക കേട്ടോ ആ ഒരു തക്കാളി. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കല്ലുമ്മക്കായ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ടല്ല, ഞാനിപ്പോൾ ഒരു 7-8 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ മേലിൽ നിന്ന് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അതൊന്നും കൂടി കുക്കാവട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിടി മല്ലിയിലയും കൂടി ജസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മസാലയൊക്കെ നല്ല ഗ്രേവി രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് ഒരു 1/2 മുറി നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 4 ആൾക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡബിൾ സൈസ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവെല്ലാം നന്നായിട്ട് കൂട്ടുക കേട്ടോ. അപ്പോൾ കല്ലുമ്മക്കായ ഒട്ടും കുറക്കണ്ട. കല്ലുമ്മക്കായ ചോറിൽ മെയിനായിട്ട് വേണ്ടത് കല്ലുമ്മക്കായാണ്. അപ്പോൾ 1/2 മുറി നാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് മൂടി വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിക്കണം. അപ്പോൾ ഈ ഒരു കല്ലുമ്മക്കായ ചോറിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ജീരകശാല റൈസാണ് കേട്ടോ. അതായത് കൈമ റൈസ് എന്നൊക്കെ പറയും. നമ്മുടെ തലശ്ശേരി കണ്ണൂർക്കാർക്ക് ഈ ഒരു റൈസാണ് ഉപയോഗിക്കുക. ചെറിയ അരി ആയിരിക്കും കേട്ടോ. അപ്പോൾ ജീരകശാല റൈസ് എന്ന് പറയും, അല്ലെങ്കിൽ കൈമ റൈസ് എന്ന് പറയും കേട്ടോ. ഞാനിപ്പോൾ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ റൈസ് ഇപ്പം തന്നെ കഴുകിയിട്ട് വെക്കണ്ട കേട്ടോ. വെള്ളം തിളക്കുന്ന ആ ഒരു സമയത്ത് കഴുകിയാൽ മതിയാകും. അപ്പോൾ നമ്മൾ ഏതിലാണോ ചോറ് വെക്കുന്നത് ആ ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക കേട്ടോ. പാത്രം ഒന്ന് ചൂടായി വന്നതിനാൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് മെൽട്ടാവട്ടെ. അപ്പോൾ ഞാൻ അരി എന്താ ഇപ്പം കഴുകി വെക്കണ്ടെന്ന് പറഞ്ഞതിന് അർത്ഥം എന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് പൊതിർന്ന് വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ അരിക്ക് അതിൻ്റെ ആവശ്യമില്ല. കഴുകുക, ഡയറക്റ്റ് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഈ ഒരു നെയ്യിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു ഉള്ളിയുടെ പകുതി, ഒരു ചെറിയ മീഡിയം സൈസ് സവാളൻ്റെ പകുതി ഇതുപോലെ മസാല കരിയുന്ന പോലെ നേർങ്ങനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതൊന്ന് മൂത്ത് വരണം കേട്ടോ. സവാള നന്നായിട്ട് മൂത്ത് വരണം. നമ്മൾ റൈസ് വേവിക്കുകയാണല്ലോ. ഇനി നമുക്കിതിലോട്ട് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതായത് 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എത്രയാണോ അരി എടുത്തത് അതിൻ്റെ ഡബിളായിട്ട് വെള്ളം ഒഴിക്കണം. ഞാനിപ്പോൾ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം.
നന്നായിട്ട് തിളച്ചാൽ മാത്രമേ നമുക്ക് അരി ഇടാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് അരിയൊക്കെ നന്നായിട്ട് കഴുകി വെക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അരമുറി നാരങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ. അതായത് ചോറൊന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ മസാലയ്ക്ക് ചെയ്ത സെയിം സംഭവങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നത് കല്ലുമ്മക്കായ റൈസാണെങ്കിലും അത് ഒരു മഞ്ഞ കളറാണല്ലോ. അപ്പോൾ ആ ഒരു കളറ് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു യെല്ലോയിഷ് കളറായിട്ട് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. ഇനി നമ്മൾ അരി കഴുകി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതാണ്, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നാൽ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിത് പകുതി വെന്താൽ മതി. പകുതി വെന്ത് കഴിഞ്ഞാൽ ഈ ഒരു പരിവായി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് പകുതി ആകുമ്പോൾ നമുക്ക് അരി തൊടുമ്പോൾ മനസ്സിലാവുമല്ലോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ റൈസൊക്കെ നല്ലപോലെ ഒന്ന് മിക്സാക്കി. അതിപ്പോൾ വെള്ളമൊന്നും വറ്റിയിട്ടില്ല, കുറച്ച് വെള്ളമുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. ആ ഒരു ചോറും മസാലയും കൂടി രണ്ടും പെരങ്ങി കിട്ടണം. അതുകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം കേട്ടോ. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് ഒരു പിടി മല്ലിയില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ 1.5 ടീസ്പൂണ് കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ നല്ല ഫ്ലേവർ ആയിരിക്കും ഈ ഒരു റൈസിന്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്കിതൊന്നും കൂടി കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഒരു ഹാഫ് വേവും കൂടി ഒന്നും കൂടി വേവണം. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് എന്താ പറയുക തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ റൈസ്. അതിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് മൂടി വെച്ച ആ ഒരു സമയത്ത് തന്നെ എന്താ പറയുക ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിന്നേ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, എന്നാലാണ് ചോറ് നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് ഏകദേശം ഒരു 1/4 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മൂടി വെച്ചിട്ട് പിന്നെയും ഒരു 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം ഒരു 18 മിനിറ്റ് എടുത്തിട്ടുണ്ട് നമ്മളിത് റൈസ് വേവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സാക്കിയിട്ട് വീണ്ടും ഞാൻ മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇത് ഉണ്ടാക്കി അപ്പം തന്നെ സെർവ് ചെയ്യുന്നതിന് പകരം ഇത് ഉണ്ടാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കല്ലുമ്മക്കായ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് എന്താ പറയുക ഒരു മീഡിയം ചൂടിൽ കഴിക്കുന്നതായിരിക്കും നല്ലത്, കാരണം നല്ല വിട്ട് വന്നിട്ടുള്ള ചോറാട്ടോ. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു സംഭവം ഇല്ല. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ ചോറ്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് പച്ച ചമ്മന്തിയും ഒക്കെ കൂട്ടിയിടാം. കുഴച്ച് പൊടി ടേസ്റ്റോ അടിപൊളി, ഒന്നും പറയണം. എന്താ പറയുക എൻ്റെ ഫേവറേറ്റ് കല്ലുമ്മക്കായ ചോറാണ് ഇങ്ങനത്തെ ചോറ്. ഭയങ്കര ഇഷ്ടമാണ് കല്ലുമ്മക്കായ എന്തുണ്ടാക്കിയാലും എൻ്റെ ഫേവറേറ്റാണ്. പക്ഷെ ഈ ചോറുണ്ടല്ലോ ഇത് ഭയങ്കര ടേസ്റ്റാണ്. സൂപ്പർ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.
അപ്പോൾ ഗൈസ് ഞാൻ പറയാൻ വിട്ടുപോയി, ഈ ഒരു കല്ലുമ്മക്കായ് ചോറിൻ്റെ കൂടെയല്ലേ നല്ല വെള്ളച്ചമ്മന്തിയും അച്ചാറും പപ്പടമൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ സ്വർഗ്ഗമാണ് സ്വർഗ്ഗം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയും കൂടി ഉണ്ടാക്കിയിട്ട് ഒന്ന് തിന്നാട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ബൈ.